Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ നമ്മളെ CSCB പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലേ? ഇനിതാ കഴിഞ്ഞൊരു എക്സാം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്ന പരീക്ഷകളുടെ ഡേറ്റ് വരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി കൃത്യമായുള്ള ഒരു പഠനം നമ്മൾ മുന്നോട്ട് നിർത്തി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് MCQകൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി പോകേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ തീരുമാനിക്കുക. ആദ്യം ആ തീരുമാനം മാറ്റാതിരിക്കുക. കൂടാതെ ആ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഒരിക്കലും പകുതി വെച്ച് എന്ത് ചെയ്യരുത്, നിർത്താനോ അല്ലെങ്കിൽ പകുതി വെച്ച് പോരാനൊന്നും ചെയ്യരുത്. പ്രോപ്പർ ആയിട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇന്ന് നമ്മൾ കുറച്ച് MCQs ആണ് നോക്കുന്നത്. നമുക്ക് നോക്കാം MCQs ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കൂ. ആദ്യത്തെ ചോദ്യമാണ് EOQ is calculated to. EOQ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം, അല്ലെ? ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏതായിരിക്കും വരുന്നത്? EOQ is calculated to എന്തിനു വേണ്ടിയിട്ടാ? മാക്സിമൈസ് പ്രോഫിറ്റ്, മിനിമൈസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, ഡിറ്റർമൈൻ സ്റ്റോക്ക് ലെവൽ, ഇൻക്രീസ് സെയിൽസ്. ഏതിനു വേണ്ടിയിട്ടായിരിക്കാം? ഏതാണ്? മിനിമൈസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, അല്ലെ? ഏതാണ്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നോക്കൂ, EOQ എന്ന് വെച്ചാൽ എന്താ ഫുൾ ഫോം? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അല്ലെ? ഏതാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് EOQ. അപ്പോ അവിടെ എന്താ ചെയ്യുന്നത്? മിനിമൈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡറിങ് ആൻഡ് ക്യാരിങ് ഇൻവെന്ററി. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മളെ ഇൻവെന്ററി കോസ്റ്റ്, ടോട്ടൽ ആയിട്ടുള്ള ഇൻവെന്ററി കോസ്റ്റ് അവിടെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്? മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അല്ലെ? എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് EOQനെ പറ്റി ആദ്യമായിട്ട് പറയാനുള്ളത്. ശരി, അടുത്ത ചോദ്യം നോക്കാം. എ ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. നോക്കൂ, നമ്മളെ CSCB എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് എക്സാമുകൾ നമ്മൾ എഴുതി, അല്ലെ? അപ്പൊ മിക്ക എക്സാമിനും കാണുന്ന ഒരു ചോദ്യമാണ് നമ്മളെ ബിൻ കാർഡ്. ബിൻ കാർഡ് എന്താണ്, ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ എക്സാമിനും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ, അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം കാണുമ്പോൾ അവർക്ക് എന്താ, ഒരു ചിരി വരും. കാരണം എന്താ? അവർക്ക് ഉത്തരം അറിയാം. കാരണം എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. അപ്പൊ ബിൻ കാർഡ് ആരാണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അക്കൗണ്ടന്റ്, സ്റ്റോർ കീപ്പർ, പ്രൊഡക്ഷൻ മാനേജർ, ഓഡിറ്റർ. ആരായിരിക്കാം ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വളരെ എളുപ്പമുള്ള ചോദ്യം. കാരണം നമുക്കറിയാം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആരാണ്? യെസ്, നോക്കൂ, സ്റ്റോർ കീപ്പർ ആണ്, അല്ലെ? ബിൻ കാർഡ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട ആരാണ്? സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ, ബിൻ കാർഡ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ഇൻ സ്റ്റോക്ക്. മൂന്ന് കാര്യങ്ങളാണ് അവിടെ. എന്താണ് അവിടെ? ക്വാണ്ടിറ്റി, മെറ്റീരിയൽ ക്വാണ്ടിറ്റി എത്രത്തോളം റിസീവ് ചെയ്തു, എത്രത്തോളം ഇഷ്യൂ ചെയ്തു, ഇനി എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബിൻ കാർഡ് വെച്ച് ചെയ്യുന്നത്. ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്? സ്റ്റോർ കീപ്പർ ആണ് എന്ത് ചെയ്യുന്നത്? ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർ കീപ്പർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. MIS സ്റ്റാൻഡ്സ് ഫോർ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മളെ എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യാനും അതിന്റെ ചുരുക്കം ഫോം എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് MISന്റെ ഫുൾ ഫോം ആ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? നോക്കൂ, മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ട്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, മാനേജീരിയൽ ഇന്റേണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി ഉണ്ട്, അല്ലെ? ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ MISന്റെ ഫുൾ ഫോം എന്താ വരിക? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഏതാണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അവിടെ വരിക, അല്ലെ? ഏതാണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് MISന്റെ ഫുൾ ഫോം. കാരണം നോക്കൂ, MIS പ്രൊവൈഡ് പ്രൊസീഡ്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഡാറ്റ ടു സപ്പോർട്ട് മാനേജ്മെന്റ് ഡിസിഷൻ, അല്ലെ? മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ത്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ. മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? MISന്റെ ഒരുപാട് ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയൊരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് MISനെ പറ്റി. ഒരിക്കലും വിട്ടുകളയരുത് MISനെ പറ്റി. ശരി, അടുത്തത് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് മീൻസ്. മറ്റൊരു ചോദ്യമാണ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്, അല്ലെ? നമ്മൾ ഈ മാനേജ്മെന്റ് എന്ന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലും തിയറീസ് ആണ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെ? അവിടെ കുറെ പ്രിൻസിപ്പിൾസ്, കുറെ തോട്ടുകൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാണ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്. അപ്പൊ നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഏത് അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതായത് നമുക്കൊരു ഒരു സുപ്പീരിയർ ഉണ്ടോ, ആ സുപ്പീരിയറോട് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക, എത്രത്തോളം ആയിട്ടാണ് അയാളോട് റിപ്പോർട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അവിടെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കൂ, ഇവിടെ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് അല്ലെ, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് മീൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്, കമ്മ്യൂണിക്കേറ്റിംഗ് റെലവന്റ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, എക്സ്റ്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് ടു ഷെയർ ഹോൾഡേഴ്സ്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും വരിക? നമുക്ക് ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇതൊന്നും പഠിക്കണ്ട, അതായത് അക്കൗണ്ട്സ് ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങളോട് പറയാൻ പറഞ്ഞു എന്നൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരിക. സോ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് എന്ത് തന്നെയാണ്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ത് റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങോട്ടേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ ടോപ്പ് അതോറിറ്റിക്ക് അല്ലെ, അല്ലെങ്കിൽ നമ്മളെ സുപ്പീരിയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, പ്രോപ്പർ ആയ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും വരിക, ബി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. കമ്മ്യൂണിക്കേറ്റിംഗ് റെലവന്റ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലെ, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് മക്കളെ, ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്, ബി. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻഡയറക്ട് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ്. ഇൻഡയറക്ട് കോസ്റ്റ് എന്നതിന് മറ്റൊരു പേര് കൂടി ഉണ്ട് അല്ലെ. നമ്മളെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒന്നിന് തന്നെ പല പേരുകളും ഉണ്ടാവും, സ്വാഭാവികമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇൻഡയറക്ട് കോസ്റ്റിന്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ഇൻഡയറക്ട് കോസ്റ്റിന്റെ മറ്റൊരു പേര്? നോക്കിയേ, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ഓവർ ഹെഡ് ഉണ്ട്, വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഡയറക്ട് എക്സ്പെൻസ് ഉണ്ട്. ഏതായിരിക്കും വരിക? യെസ്, ഏതാണ് വരിക? ഓവർ ഹെഡ് എന്നാണ് വരിക അല്ലെ. ഇതിനാണ് ഇൻഡയറക്ട് കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ടു എ പ്രൊഡക്റ്റ് ആർ നോൺ ആസ് ഓവർ ഹെഡ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷനിലേക്ക് കൃത്യമായിട്ട് ഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നില്ല, അപ്ലിക്കബിൾ ചെയ്യുന്നില്ല എങ്കിൽ കൂടി അവ ഇല്ലാതെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. ഉദാഹരണം ഇലക്ട്രിസിറ്റി ഒക്കെ ഉദാഹരണമാണ് അല്ലെ. ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് പോകുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഈ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ എന്താവശ്യമാണ്, ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യമാണ് അവിടെ എന്ത് വരുന്നത്, അവിടെ ഓവർ ഹെഡ് വരുന്നത്. ഓവർ ഹെഡിന്റെ മറ്റൊരു പേരാണ് എന്താ, ഇൻഡയറക്ട് കോസ്റ്റ് അല്ലെ. ഓവർ ഹെഡിന്റെ മറ്റൊരു പേരാണ് എന്താ, ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേ? എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, ബജറ്റ് പ്രിപ്പറേഷൻ ഓൺലി, കോസ്റ്റ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കീപ്പ്. 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കാം? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ടേം കൊണ്ട് എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? അതായത് നമ്മൾ പറയും, നമ്മളൊരു പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്തൊക്കെ? അതാണ് എത്രത്തോളമാണ് പ്രൊഡക്ഷൻ എത്തേണ്ടത്, ഒരു മാസം എത്രത്തോളം എത്തണം, അതിനുശേഷം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ എങ്ങനെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ ഇവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മുന്നോട്ട് പോകുന്നതിലിടയ്ക്ക് നമ്മൾ വിചാരിച്ച അത്ര നമുക്ക് എത്തുന്നുണ്ടോ, അതിലെന്തേ മാറ്റം ഉണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യില്ലേ? അത് എന്ത് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാം? മുന്നേ കൂട്ടി വെച്ച ആ പ്ലാന് പ്രകാരമല്ലേ. മുന്നേ ഈ മാസത്തിൽ ഇത്രയായിരുന്നു പ്ലാൻ, നമ്മൾ ഇത്രത്തോളം അച്ചീവ് ചെയ്തു, ഇത്രത്തോളം അച്ചീവ് ചെയ്തില്ല എന്ന കാര്യം അവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാനിങ് നടത്തുക, അല്ലെങ്കിൽ എന്താണ്, താരതമ്യം നടത്തുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു താരതമ്യം നടത്തുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുകൊണ്ട് തന്നെ അർത്ഥമാകും അല്ലെ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നല്ല, സ്റ്റാൻഡേർഡ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാകും. അപ്പോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ശരിക്കും പറഞ്ഞാല് ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ് അല്ലെ. കോസ്റ്റ് കൺട്രോൾ തന്നെയാണ്. അതായത് എങ്ങനെ വാരിയൻസ് അനാലിസിസിലൂടെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ സോ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ സി ആണ് ആൻസർ വരിക അല്ലെ. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സെറ്റ്സ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കംപ്രസ് ദം വിത്ത് ആക്ച്വൽസ് ടു ഫൈൻഡ് വാരിയൻസ് ഫോർ കൺട്രോൾ അല്ലെ. അതായത് ആക്ച്വൽ എത്രയാണോ ഉള്ളത് അതിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് എന്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഏതാ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ നോക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ശരി, അടുത്ത് നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിവെന്റീവ് ഇന്റേണൽ കൺട്രോൾ ഫോർ ഫ്രോഡ്. ഫ്രോഡ് നടക്കുന്നതിന്, അതായത് ഫ്രോഡ് സാധാരണ ഇന്റേണൽ കൺട്രോളിൽ അല്ലെ, ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ഫ്രോഡിനെതിരെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലാത്തത് ഏതാണ്? ഏതാ നോക്കാം നോക്കിയേ നോക്കാം. നമുക്ക് 4 ഓപ്ഷൻ നോക്കൂ. ഏതാണ്? ആദ്യം ഡ്യൂട്ടീസ് മാറ്റം വരുത്തുന്നു, പിന്നീട് സർപ്രൈസ് ഓഡിറ്റ് നടത്തുന്നു, എംപ്ലോയീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, കൂടാതെ ഒരു പേഴ്സൺ തന്നെ എന്ത് ചെയ്യുന്നു, ക്യാഷും ലെഡ്ജറും എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളൊരു ക്യാഷ് അല്ലെ,
നമ്മളെടുത്ത് ഒരാൾ ക്യാഷ് തന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക എന്താ, അത് എണ്ണി നോക്കുക ചെയ്യുക അല്ലെ. കാരണം അയാൾ എണ്ണിയതാണ്, എന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി എണ്ണി നോക്കും. എന്തിനാത്, വിശ്വാസമില്ലാത്ത കൊണ്ടാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോ ഒരു അങ്ങോട്ടോ ഒരു നോട്ടിൽ ചിലപ്പോൾ എണ്ണുമ്പോൾ മാറിപ്പോയാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ അതവിടെ എന്ത് ചെയ്യണം, ഒന്നുകൂടി ചെക്ക് ചെയ്യുക, റീചെക്ക് അല്ലെങ്കിൽ റീവെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുക. നമ്മൾ വാട്സപ്പിലൊക്കെ പറഞ്ഞ പോലെ എന്താണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ പറയാറില്ലേ, അതേപോലെ. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക, യെസ്, ഇവിടെ ഡി ആണ് വരിക. എന്താ, കോൺസെൻട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻ 1% ഇൻക്രീസ് ഫ്രോഡ് റിസ്ക്, സെഗ്രേഷൻ ആൻഡ് ചെക്ക് ആർ വിറ്റിൽ അല്ലെ. അവിടെ എന്താ പ്രധാനമായിട്ട് അവിടെ ഡി ആണ് അല്ലെ. ഈ ഒരു ചോദ്യത്തിന് ഏതാണ്, ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ CSEB-യിലുള്ള എക്സാമിനേഷൻ അല്ലെ, CSEB എക്സാമിനേഷൻ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ എന്താണ് അറിയേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അവരുടെ പ്രിപ്പറേഷൻ, അവയിൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് അല്ലെ. എക്സാമിന് അടുപ്പിക്കുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി കൂടുതൽ MCQs ചെയ്യുക, അതേപോലെ ആ MCQs ചെയ്യാനുള്ള കോൺഫിഡൻസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എക്സാം ബാച്ച്, നമ്മളെ CC-യിലെ എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ ഓൺലൈൻ സെഷൻ ലൈവ് ഓൺലൈൻ ക്ലാസ്സുകൾ, കൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ട്, എക്സാമുകൾ, അതേപോലെ മെറ്റീരിയൽ, PDF മെറ്റീരിയൽ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മുടെ എക്സാം ബാച്ച്. അപ്പൊ കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എക്സാം ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ദിവസം അടുത്ത കുറച്ച് MCQs ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.